സുജയ, കൊടകര കെടുത്തിയിട്ടൊന്നുമില്ല. ഒരു കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും, അതായത് കെ സുരേന്ദ്രനെ കൃത്യമായി ഇതിലേക്ക് പിൻ പോയിന്റ് ചെയ്ത് പെടുത്താൻ കഴിഞ്ഞില്ല എന്ന നിരാശയുള്ളവർക്കാണ് കൊടകര കെട്ടുപോയി എന്നൊക്കെ തോന്നുക. കാരണം കെ സുരേന്ദ്രൻ ഇതിലേക്ക് വരണമല്ലോ. കെ സുരേന്ദ്രൻ വന്നാൽ മാത്രമല്ലേ അതിനൊരു ഗും വരികയുള്ളൂ. അതാണ് എല്ലാവരും കാത്തിരുന്നത്. കൊടകര ഈക്വൽ ടു കെ സുരേന്ദ്രൻ എന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് കൃത്യമായി അയാളുടെ രാഷ്ട്രീയ ഭാവി അടക്കം നശിപ്പിക്കാനായിട്ടുള്ള നീക്കവും ആ രീതിയിലുള്ള ചർച്ചകളുമാണ് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇ ഡിയുടെയും അതുപോലെ തന്നെ SITയുടെയും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവം നടന്ന അന്ന് മുതൽ 2021 ഏപ്രിൽ 3 ദേശീയപാതയിലൂടെ പോകുമ്പോൾ ഒരു കാർ ആക്രമിച്ച് അതിൽ നിന്നും 3.5 കോടി കവരുന്നു. ഇതിലെ ഏപ്രിൽ 7 ലഭിച്ച പരാതിയടക്കം ഇതിന്റെ കൃത്യമായിട്ടുള്ള ടൈം ലൈൻ ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും നന്നായി അറിയാം. ഇതിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് 2021 ജൂലൈ 23 അതിൽ 22 പേരാണ് പ്രതികൾ. ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് അധിക കുറ്റപത്രം നവംബർ 15 സമർപ്പിക്കുന്നത്. ഈ സാക്ഷി പട്ടികയിലുള്ള കെ സുരേന്ദ്രനെ അടക്കം കൃത്യമായി വിവരങ്ങൾ ചോദിക്കുന്നതിനായി വിളിച്ചു വരുത്തിയതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കെ സുരേന്ദ്രൻ 3 തവണ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ രാജുവിന്റെ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ ഹാജരായിട്ടുണ്ട്. 3 തവണയും കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. താങ്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ CDR അടക്കം എല്ലാ രേഖകളും കയ്യിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ സുരേന്ദ്രനെതിരെ മറ്റ് 2 കേസുകൾ കൂടിയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ്. ഒന്ന് മഞ്ചേശ്വരം കോഴ കേസ്. രണ്ടും കെ സുരേന്ദ്രൻ ഇപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുള്ളതുമാണ് സ്വാഭാവികമായും. അപ്പോൾ മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും ഈ 2 കേസുകൾ, ബത്തേരി കോഴ കേസും മഞ്ചേശ്വരം കോഴ കേസും, ഈ 2 കേസുകൾ എടുത്ത കേരള പോലീസിന് എന്തുകൊണ്ടാണ് അന്ന് ഭാരതീയ ന്യായ സംഹിതയല്ലോ, IPC ആണ്, IPC 171E അനുസരിച്ച് കെ സുരേന്ദ്രനെതിരെ ഈ വിഷയത്തിൽ കേസെടുക്കാമല്ലോ. കെ സുരേന്ദ്രനെതിരെ കേരള പോലീസിന്റെ കയ്യിൽ ഇത്രയധികം കാര്യങ്ങളുണ്ട്. കെ സുരേന്ദ്രനെയാണ് ആദ്യം ഫോൺ ചെയ്തത്, കെ സുരേന്ദ്രന്റെ മകനെയാണ് ഫോൺ ചെയ്തത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും അതുപോലെ തന്നെ CPIM-ഉം കോൺഗ്രസും എല്ലാവരും വേട്ടയാടി വലിച്ചു കീറുകയായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസ് അന്ന് ചാർജ് ചെയ്തില്ല? ബത്തേരിയിലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും എടുത്തത് എത്ര തുകയ്ക്കാണ്? സുന്ദരയ്ക്ക് 2.5 ലക്ഷം കൊടുത്തതിനും CK ജാനുവിന് 10 ലക്ഷം കൊടുത്തതിനുമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് 400 കോടി, പിന്നീട് അത് 100 ആകുന്നു, പിന്നീട് 41 കോടി 40 ലക്ഷമാകുന്നു. എത്രയായാലും കോഴ അല്ലെങ്കിൽ ഈ അട്ടിമറിക്കാൻ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണല്ലോ കൂടുതൽ പണം ചെലവാക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ കേസുകൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പണം കൊണ്ടുവന്ന കെ സുരേന്ദ്രനെതിരെ എന്തുകൊണ്ട് 171E അനുസരിച്ച് ബത്തേരിയിലും മഞ്ചേശ്വരത്തും കാട്ടിയതുപോലെയുള്ള ആർജവത്തോടെ കേരള പോലീസ് കേസ് ചാർജ് ചെയ്തില്ല? ആ ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രനെ അന്ന് തന്നെ അന്നത്തെ കേസുകളിൽ പ്രതിയാക്കിയതുപോലെ തന്നെ കേസെടുക്കണം, അതിൽ വിചാരണ നേരിടട്ടെ കെ സുരേന്ദ്രൻ. ആ രീതിയിലൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയില്ല. 2021, അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞത്, 2021 ഏപ്രിൽ 3 സംഭവിച്ച ഒരു കാര്യത്തിൽ 2025 മാർച്ച് 26 ആകുമ്പോഴും ഇതുവരെ കെ സുരേന്ദ്രൻ പ്രതിയാകുന്നില്ല. എന്തുകൊണ്ടാണ്? കേരള പോലീസ് ഉത്തരം പറയട്ടെന്നേ. ഈ 41 കോടി 40 ലക്ഷം പോട്ടെ, നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, 42 കോടി തന്നെ വെച്ചു. 42 കോടി രൂപ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഈ ധർമ്മരാജൻ കടത്തിയത് എങ്കിൽ എന്തുകൊണ്ട് ധർമ്മരാജനെതിരെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കേസെടുക്കുന്നില്ല? ധർമ്മരാജൻ ഈ പണം കടത്തിക്കൊണ്ടുവരുന്നതും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് എന്ന കൃത്യമായ ബോധ്യം കേരള പോലീസിന് ഉണ്ടെങ്കിൽ CPIM-നും ഇപ്പോൾ വലിയ പ്രക്ഷോഭമൊക്കെ EDയുടെ ഓഫീസിലേക്ക് നടത്താൻ പോകുന്ന CPIM-നും MV ഗോവിന്ദൻ മാസ്റ്റർക്കും ഒക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ധർമ്മരാജനെ പ്രതിയാക്കുന്നില്ല? ഇതുവരെ സമർപ്പിച്ച 2ാമത്തെ കുറ്റപത്രത്തെക്കുറിച്ച് കൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2ാമത്തേതിലും ധർമ്മരാജൻ പ്രതിയായി ഉൾപ്പെടുന്നില്ല. ഇതിൽ ധർമ്മരാജനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എപ്പോഴും പറയുന്നതാണ് CDR, കോൾ ഡേറ്റ റെക്കോർഡ്സ് അനുസരിച്ചുകൊണ്ട് വിളിച്ചവരെയൊക്കെ, ധർമ്മരാജൻ കോൺടാക്ട് ചെയ്തവരെയൊക്കെ വിളിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവരൊന്നും ഈ പ്രതിപട്ടികയിലേക്ക് വന്നില്ല? കേരള പോലീസ് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്. അങ്ങ് ചോദിച്ച 10 ചോദ്യമല്ല, 15 ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ കേരള പോലീസ് നടത്തിയ ഈ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിനെ കൂടി വെച്ചുകൊണ്ടാണ് ED ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ 3.5 കോടി രൂപ ധർമ്മരാജന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന് പറയുന്ന ഹൈവേ റോബറിയിലെ 3.5 കോടി രൂപ, ആ 3.5 കോടി രൂപ അത് ധർമ്മരാജൻ സോഴ്സ് വെളിപ്പെടുത്തിയാൽ മതി. പിന്നെ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലാതെ പണം കൊണ്ടുവന്നതിനുള്ള പിഴ അടച്ച അയാൾക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. ഇവിടെ 3.5 കോടി രൂപയുടെ സോഴ്സ് ധർമ്മരാജൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ആര് പറഞ്ഞു? കോടതിയുടെ മുന്നിൽ, അതുപോലെ തന്നെ പോലീസിന് മുന്നിൽ, അതുപോലെ EDക്ക് മുന്നിൽ. കോടതിയിൽ കൊടുത്തത് ഈ കോടതിയിൽ ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്ന തൃശ്ശൂർ കോടതിയിലടക്കം അല്ലെങ്കിൽ ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലടക്കം ഇത് പരാമർശിച്ചിട്ടുണ്ടോ എന്നത് കൂടി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ കൃത്യമായി എന്താണ് തനിക്ക് ഈ പണം കൊണ്ടുള്ള ഉപയോഗം? അതിപ്പോൾ EDയുടെ കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ബിസിനസ് ഡീലിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ്, അത് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്, അത് വഴിയിൽ വെച്ച് ഹൈവേയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ടു, അതാണ് കേസ്. അപ്പോൾ അങ്ങനെ കവർച്ച ചെയ്യപ്പെട്ട ആ പണം അത് കള്ളപ്പണമാണോ? ആ കള്ളപ്പണം കൊടുത്തവരും വാങ്ങിയവരും വേണമല്ലോ. ഇപ്പോൾ ഈ പറയുന്ന BJPയുടെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വാങ്ങാത്തവരാരുണ്ട്, ആ വാങ്ങിയവർ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അവരെ ചോദ്യം ചെയ്ത് എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല? കള്ളപ്പണം കൊടുക്കുന്നത് പോലെ തന്നെ കള്ളപ്പണം വാങ്ങുന്നതും കള്ളപ്പണത്തിന്റെ ട്രാൻസാക്ഷനും കേൾക്കൂ. അതിൽ BJPയുടെ നേതാക്കൾ എത്ര പേരുണ്ട്? BJP
എന്ന പാർട്ടിയെ കൃത്യമായി ഫ്രെയിം ചെയ്ത് കൊടകര കള്ളപ്പണ കേസ്, അതിൽ കെ സുരേന്ദ്രൻ മുതൽ BJPയുടെ എല്ലാ നേതാക്കളും കള്ളപ്പണ ഇടപാടുകാരാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ ഇക്കഴിഞ്ഞ 4 വർഷമായി നടന്നുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ EDയുടെ കുറ്റപത്രം വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 2021 പിടിച്ചെടുത്തത് 121 കോടി രൂപയാണ്. ഈ 41 കോടിയെക്കുറിച്ചല്ല, ഈ 121 കുറിച്ച് കൂടി പറയാം. 2021 പിടിച്ചെടുത്തത് 121 കോടി രൂപയാണ്. അതിലും ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസുമില്ല. അത് BJP എന്ന പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസോ CPMോ മാത്രമല്ല. ഈ പണം കൊണ്ടുവന്നത് ആരുടേതാണ്, ആ പണം എങ്ങനെ കൊണ്ടുവന്നതാണ്, തെരഞ്ഞെടുപ്പിനായി ഓരോ സ്ഥാനാർത്ഥിക്കും ചെലവഴിക്കാവുന്ന നിശ്ചിത തുകയ്ക്കപ്പുറം ആരൊക്കെ ചെലവഴിച്ചു, അങ്ങനെ അതിൽ കള്ളപ്പണം വന്നിട്ടുണ്ടോ, ഇതിലേക്കൊന്നും കേരളത്തിൽ അന്വേഷണം പോകുന്നില്ല എന്നതും ഒരു പരസ്യമായ രഹസ്യമാണ്. ഇതിൽ ഈ പറഞ്ഞ 41 കോടി 40 ലക്ഷം, ഇതിൽ മഞ്ചേശ്വരം ബത്തേരി മോഡലിൽ ഇവിടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ കേരള പോലീസിന്റെ ഉദ്ദേശശുദ്ധിയെ കേരള പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തി എന്നതിനെയൊക്കെ ഇവിടെ നമുക്ക് സമ്മതിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന 22 പേർ, ആദ്യത്തെ ഈ ആകെയുള്ള പ്രതിപട്ടികയിലെ 22 പേർ, അതിൽ ഈ പണം കവർന്നതിന്, റോബറി, കവർച്ച, ഈ കവർച്ചയ്ക്ക് നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി പങ്കുള്ള ആളുകളെയാണ് ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും 1.4 crores അതെവിടെയാണ് എന്നുള്ളത് കേരള പോലീസിന് സ്റ്റിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണക്കിൽ കാണിക്കാതെ കൊണ്ടുപോയ പണം എന്റെയാണ് എന്ന് ധർമ്മരാജൻ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ അടുത്ത് പോയി പറഞ്ഞതാണ്. പക്ഷേ ധർമ്മരാജൻ ആ കേസിൽ പ്രതിയല്ല, ധർമ്മരാജൻ ആ കേസിലെ സാക്ഷിയാണ്. എന്റെ പണമാണ് എന്ന് പറഞ്ഞ ധർമ്മരാജൻ കേസിലെ 2ാം സാക്ഷിയാണ്. ഇതിൽ BJP എന്ന പാർട്ടിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നിങ്ങളൊക്കെ വാചാലരായല്ലോ. ഈ കേരള പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ എവിടെയാണ് BJP എന്ന് പറയുന്നത്? ഈ തുടരന്വേഷണത്തിനായി തിരൂർ സതീശിന്റെ മൊഴിയെ ആസ്പദമാക്കിക്കൊണ്ട് പോയി കൊടുത്തിരിക്കുന്ന ആ കാര്യത്തിൽ മാത്രമാണ് BJP എന്ന് പറയുന്നത്. 1ാമത്തെയോ 2ാമത്തെയോ കുറ്റപത്രത്തിൽ BJP എന്ന പാർട്ടിയെ കുറിച്ച് കേരള പോലീസ് പറയുന്നില്ല. വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 1ാമത്തെയും 2ാമത്തെയും കുറ്റപത്രം, ആദ്യം സമർപ്പിച്ച കുറ്റപത്രം, ഡേറ്റ് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ കുറ്റപത്രം എന്ന് പറയുന്നത് സമർപ്പിച്ചിരിക്കുന്നത് ജൂലൈ 23, 2021. 22 പേർ പ്രതികളായ കുറ്റപത്രത്തിൽ BJP എന്ന പാർട്ടിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നില്ല. 2022 നവംബർ 15 അധികമായി ഇതേ നിങ്ങളൊക്കെ പറഞ്ഞ രാജു സമർപ്പിച്ച, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ, നവംബർ 15 സമർപ്പിച്ച കുറ്റപത്രത്തിലും BJP എന്ന പാർട്ടിയെക്കുറിച്ച് പറയുന്നില്ല. ഇനി എന്താണ്? തിരൂർ സതീശിന്റെ മൊഴി 2024 ഒക്ടോബർ 30 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ 6 ചാക്കിലാക്കി അന്ന് പണം കൊണ്ടുവന്നു, ഞാനത് കണ്ട് ഞെട്ടി എന്നൊക്കെ പറഞ്ഞുള്ള തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് 3 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അതായത് KR ഹരിയുമായും KK അനീഷ് കുമാറുമായും സുജയ് സേരനുമായും ഒക്കെ തെറ്റിക്കതിന് ശേഷം തിരൂർ സതീഷ് നടത്തുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. അതിലും ഈ പണം എവിടേക്ക് പോയി, ഈ 6 ചാക്ക് വന്നത് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ആര് കൊണ്ടുപോയത്, എവിടെ നിന്നെങ്കിലും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് തനിക്ക് കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കൊടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ ഫ്രെയിം ചെയ്യുകയാണ്. ഫ്രെയിം ചെയ്ത് കെ സുരേന്ദ്രനെ അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യണം. കെ സുരേന്ദ്രൻ കള്ളപ്പണക്കാരനാണെന്ന് സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇക്കഴിഞ്ഞ 4 വർഷമായി നടന്നുകൊണ്ടിരുന്നത്. മാധ്യമ വിചാരണയ്ക്കടക്കം കെ സുരേന്ദ്രൻ വിധേയനായത്. ഇവിടെ ED പറയുന്നത് എന്താണ്? പോലീസ് അന്വേഷണത്തിന്റെ കുറ്റപത്രവും FIR-ഉം തന്നു. അതിന്റെ രണ്ടിനെയും അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. പക്ഷേ പണം BJPയുമായി ബന്ധിപ്പിക്കുന്നതാണ്. ആ പണം എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു BJP എന്ന പാർട്ടിക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ പണമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവും പോലീസ് കൈമാറിയിട്ടില്ല. അല്ലെങ്കിൽ പോലീസ് പറയട്ടെ, പോലീസ് ഒരു തെളിവും കൈമാറിയിട്ടില്ല. ഈ PMLA നിയമപ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ കവർച്ചയ്ക്ക് ശേഷം? അതാണ് EDയുടെ അന്വേഷണ പരിധിയിൽ വന്നത്. അപ്പോൾ ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുമ്പോൾ ഈ ധർമ്മരാജന് നഷ്ടമായ, റോബറി ചെയ്യപ്പെട്ട പണത്തിന്റെ ഉറവിടം അത് ധർമ്മരാജന് കൃത്യമായി പറയാൻ കഴിയും. നിയമപ്രകാരം അയാൾ സമ്പാദിച്ച പണമാണ് എന്നുള്ളത് അയാൾക്ക് സ്ഥാപിക്കാൻ കഴിയും. ആ സ്ഥാപിക്കൽ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അയാൾ സാക്ഷിയായി കേരള പോലീസിന്റെയും പ്രതിപട്ടികയിലല്ല, സാക്ഷി പട്ടികയിലാണ് അയാൾ നിൽക്കുന്നത്. ആരൊക്കെ പണം കൈപ്പറ്റി, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കള്ളപ്പണമാക്കി മാറ്റിയോ, സ്വത്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ചോ, ഇതെല്ലാം ED വിശദമായി പരിശോധിച്ചിട്ട് തന്നെയാണ് 12.88 ലക്ഷത്തിന്റെ സ്വത്തും കണ്ടുകെട്ടി തന്നെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. BJPയുടെ പണമാണെന്നത് കേരള പോലീസിന് പോലും തെളിവില്ലാത്ത ഇടത്ത് ED എവിടെ നിന്നാണ് ഇത് BJPയുടേതാണെന്ന് സ്ഥാപിക്കേണ്ടത്? ED എവിടെയാണ് BJPയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ഇതിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ടുവരുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരാണ്. ഈ ട്രാവൻകൂർ പാലസിലെ ഹോട്ടൽ, ആ ഹോട്ടൽ എന്ന് പറയുന്നത് അത് വെള്ളാപ്പള്ളി ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടേതാണ്. ഇപ്പോൾ ആ ഹോട്ടലിന്റെ ഈ വെള്ളാപ്പള്ളി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് അതാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്നത്. ദ ട്രാവൻകൂർ പാലസ്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ട്രാവൻകൂർ പാലസ് ഇൻ ആലപ്പുഴ, സ്പെസിഫിക്കലി ലൊക്കേറ്റഡ് ഇൻ ചേർത്തല, ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വെള്ളാപ്പള്ളി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് ഫംഗ്ഷൻസ് ആസ് എ ഹെറിറ്റേജ് ഹോട്ടൽ ആൻഡ് സ്പാ. ഈ ഹോട്ടൽ വാങ്ങാനല്ല 3.5 കോടിയും കൊണ്ട് പോയത്. ആ ട്രാവൻകൂർ പാലസ് തിരുവനന്തപുരം കൊട്ടാരത്തിലെ ഒരു PROയുടെ സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലം വാങ്ങുന്നതിന് അതിന് തുഷാറിനെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരും ഇതിലേക്ക് അനാവശ്യമായി വലിച്ചിടിക്കുകയാണ്. ഇത് ED കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥലം വാങ്ങാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
അവിടെയും തുഷാർ വെള്ളാപ്പള്ളിയെ ഇതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. കാരണം എൻ ഡി എ എന്ന മുന്നണിയുടെ ഭാഗമാണ് തുഷാർ വെള്ളാപ്പള്ളി. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി കൂടി ഇതിലേക്ക് വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഇനിയൊന്നും പറയില്ലല്ലോ, അപ്പോൾ സുരേന്ദ്രൻ സേഫ് ആയല്ലോ. സുരേന്ദ്രൻ അങ്ങനെ സേഫ് ആകേണ്ട കാര്യമില്ല. ഇതിൽ കൃത്യമായ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട്. 3 തവണ ചോദ്യം ചെയ്യലിനടക്കം വിധേയനായിട്ടുണ്ട് സുരേന്ദ്രൻ. ഈ ബത്തേരിയിലും മഞ്ചേശ്വരത്തും ഇല്ലാത്ത പേടി ഇവിടെ സുരേന്ദ്രൻ എന്തിനാണ്? ഇവിടെ കൃത്യമായ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ കേരള പോലീസ് തെളിയിക്കട്ടെ. Meet the editors.